ഇനിയും വരാൻ പോകുന്നതെല്ലാം പറഞ്ഞു അന്ന് 2008 എന്തോ അന്നേ പറഞ്ഞു വരാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞു. ഇതുവരെയുള്ള കാര്യങ്ങൾ സത്യമാണോ? നളന്ത് ദഹിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആളാണ്. അതിന്റെ ബാക്കി പത്രമായിട്ട് എൻ്റെ കൈയും ദഹിച്ചു. പിന്നെ ഈ വടക്ക് ദിക്കിലെ മേഘങ്ങളെ നോക്കി നിൽക്കുക, ഇങ്ങനെല്ലാം ഞാൻ കാണിക്കുന്ന സിംറ്റംസ് എല്ലാം ഇതായി. കേരളത്തിലാരും ഒരു സന്യാസിമാർ പോലും ധ്യാനത്തിനൊന്നും ഇരിക്കുന്നില്ല. ഞാൻ ഇതുവരെ നീങ്ങിയതെല്ലാം അഗസ്ത്യനാടിയിലുണ്ട്. ഏതൊക്കെ കാലയളവിൽ ഞാൻ എന്തൊക്കെ ചെയ്യണം, ഒത്തിരി മണിക്കൂറുകൾ എടുത്ത് എൻ്റെ വായിച്ചു തീരാൻ. മംഗളം സഞ്ജയൻ സാർ, നമസ്കാരം. നമസ്കാരം. നമ്മൾ ആ ബാക്കിൽ തന്നെ പല എപ്പിസോഡുകൾ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിലൊന്നും പ്രതിപാദിക്കാത്തൊരു വിഷയമാണ് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ, അല്ലെങ്കിൽ പാസ്റ്റ് ലൈഫ് എങ്ങനെയായിരുന്നു, അത് എങ്ങനെയാണ് നമ്മൾ ഈ ജ്യോതിഷം വഴി പാസ്റ്റ് ലൈഫ് കണ്ടെത്തുന്നത്? പാസ്റ്റ് ലൈഫ് ഗ്രഹനില അനുസരിച്ച് നോക്കുമ്പോൾ രാഹുവിനെ കൊണ്ടാണ്, രാഹു കേതു എന്നീ ഗ്രഹങ്ങളെ കൊണ്ടും 9ാം ഭാവം കൊണ്ടുമാണ് പാസ്റ്റ് ലൈഫിനെ കുറിച്ച് ചിന്തിക്കുന്നത്. ഇപ്പൊ പൂർവ്വജന്മഫലം നോക്കാൻ നമ്മൾ രാഹു നിൽക്കുന്ന രാശിയുടെ അധിപന്റെ കൈകളിലാണ് പൂർണ്ണമായിട്ടും ഏതൊരു ഗ്രഹനില അനുസരിച്ചും പൂർവ്വജന്മഫലം ഒളിഞ്ഞിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പൊ രാഹു ബുധക്ഷേത്രത്തിൽ നിന്നാൽ ബുധനെ കൊണ്ടാണ് ചിന്തിക്കേണ്ടത് ഈ പൂർവ്വജന്മഫലം. രാഹു ചൊവ്വയുടെ ക്ഷേത്രത്തിൽ നിന്നാൽ ചൊവ്വയെ കൊണ്ടാണ് ചിന്തിക്കേണ്ടത്. രാഹു ശുക്രക്ഷേത്രത്തിൽ നിന്നാൽ ശുക്രനെ കൊണ്ടാണ് പൂർവ്വജന്മഫലം ചിന്തിക്കേണ്ടത്. മാത്രമല്ല, അതേ ഗ്രഹം സ്വക്ഷേത്ര ബലവാനായി രാഹുവിനോടൊപ്പം അതേ രാശിയിൽ നിൽപ്പുണ്ടെങ്കിൽ അതിന് കുറച്ചും കൂടെ സൂക്ഷ്മതയും മറ്റു കാര്യങ്ങളും വർദ്ധിച്ചുകൊണ്ടിരിക്കും. ഇപ്പോഴും ചൊവ്വയുടെ സ്വക്ഷേത്രമാകുന്ന മേടം രാശിയിൽ രാഹു നിന്നു, ചൊവ്വ അവിടെ തന്നെ നിൽപ്പുണ്ട്. അപ്പം സ്വന്തം രാശിയിൽ ചൊവ്വ നിൽപ്പുണ്ട്, അവിടെ രാഹു നിൽപ്പുണ്ടെങ്കിൽ അവിടെ ഫലം പറയുന്നത് കുറച്ചും കൂടെ സൂക്ഷ്മവും ശക്തവും വ്യക്തവുമായിരിക്കും. യഥാർത്ഥത്തിൽ ഈ പറയുന്ന പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പൂർവ്വജന്മം എന്ന് പറയുന്നത്, അത് ജ്യോതിഷം വഴിയാണെങ്കിലും മറ്റു കാര്യങ്ങൾ വഴിയാണെങ്കിലും നോക്കുമ്പോൾ നമ്മൾ കാണുന്നത് നമ്മുടെ ഒരു ചിന്താഗതി അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇൻഡ്യൂഷൻ മാത്രമല്ല, അത് സത്യമാകണമെന്നുണ്ടോ? തീർച്ചയായിട്ടും സത്യമാകും. അതിന് എൻ്റെ കഥ പറയേണ്ടി വരും. കാരണം കുട്ടിക്കാലത്ത് ഞാനാണെങ്കിൽ ഞാൻ ഒരു എപ്പിസോഡിലൂടെ തന്നെ പറഞ്ഞിട്ടുണ്ട്, 41 ദിവസം അച്ഛൻ വ്രതം ഇരുന്നിട്ട് സഞ്ജയൻ എന്ന് പേരിടാൻ വേണ്ടി ഒരു കുട്ടി ഉണ്ടാവണമെന്നുള്ള ആഗ്രഹത്താൽ അങ്ങനെ നാട്ടിലെ പ്രമുഖ കുടുംബക്കാരെല്ലാം ഇപ്പോഴും എന്നോട് പറയുന്നതാണ്. അത് ഇപ്പോഴും പറയത് അങ്ങനെയായിരുന്നു ഞാൻ ജനിച്ചത്. ഇപ്പൊ വൃശ്ചികം 1 മുതൽ ധനു 11 വരെയുള്ള 41 ദിവസം വ്രതം ഇരുന്നു. പിന്നെ അതിനുശേഷം വ്രതം വീടി. ധനു 11-ന് 41-ന് വ്രതം വീടിയതിനു ശേഷം അമ്മ ഗർഭിണിയായി ചിങ്ങമാസത്തിൽ എന്നെ പ്രസവിക്കുകയാണ് ചെയ്തത്. അച്ഛൻ പേരും എഴുതി വെച്ചിരിക്കുക, ഈശ്വരാനുഗ്രഹത്താൽ തങ്കമ്മ സഞ്ജയനെ പ്രസവിച്ചു, ഇന്ന് രാത്രി തിങ്കളാഴ്ച രാത്രി 7:30 മണിക്ക് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ മുൻപിൽ തന്നെ ആ ഡയറി സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എൻ്റെ റൂമിൽ. ഞാൻ അപ്പോഴ് അതിനുശേഷം ഞാൻ പാസ്റ്റ് ലൈഫിനെ കുറിച്ചുള്ള തീവ്രമായ ചിന്ത വരാനുള്ള ഒരു കാര്യമുണ്ട് എനിക്ക്. ഞാൻ 2008 ഹരിപ്പാട് അമ്പലത്തിൽ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ, ഹരിപ്പാട് സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ തൊഴുതുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു യുവാവ്, ഒരു 24 വയസ്സ് കാണുന്ന ഒരു രൂപത്തിലുള്ള ഒരു യുവാവ്, അയാൾ കാവ്യം മുണ്ടുടുത്തിട്ടുണ്ട്, വെൺചുവപ്പ് നിറമാണ്, എന്നേക്കാൾ പൊക്കമുണ്ട്, കഴുത്തിലൊരു രുദ്രാക്ഷമാലയുണ്ട്, വേറെ കാവ്യമുണ്ടാണ് വേഷം, വേറെ തോളിൽ തോർത്തോ കയ്യിലുടുപ്പോ ഒന്നുമില്ല. അയാൾ എന്നെ ഇങ്ങനെ തൊഴുതിട്ട് പോകുമ്പോഴൊക്കെ എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആരെയും ശ്രദ്ധിക്കാത്ത ഒരാളാണ്. പൊതുവെ ഞാൻ വഴിയിൽ ഇറങ്ങിയാലും ഒന്നും നേർക്ക് നേരെ വന്ന് സംസാരിക്കാനല്ലാതെ ആരെയും ഞാൻ ശ്രദ്ധിക്കാറില്ല. അവരൊക്കെ എവിടെയൊക്കെ നിൽക്കുന്നു, പിന്നെ അത്രയും കണ്ണിലുടക്കിയാലാണ് ആ പരിചയക്കാരെ കണ്ടൊന്ന് ചിരിച്ചിട്ട് പോകുന്നത്. അത് കുട്ടിക്കാലം മുതലിൻ്റെ ഒരു സ്വഭാവമാണ്. പക്ഷെ അത് ഒത്തിരി ഗുണം ചെയ്തിട്ടുണ്ട് എനിക്ക്, ഇന്നും ഗുണമാണ്. കാരണം വേറെ ആരും എൻ്റെ ചിന്തയിൽ എത്തുന്നില്ല. അപ്പോൾ എൻ്റെ നിലവിലുള്ള ചിന്തയുടെ സൂക്ഷ്മതയിലേക്ക്. പക്ഷെ ഈ ചെറുപ്പക്കാരൻ എൻ്റെ വളരെ ശ്രദ്ധയിലെത്തി. അയാൾ എന്നെ നോക്കി ചെറുതായി ചിരിക്കുന്നു. അപ്പം ഞാൻ ഇങ്ങനെ ചിരിച്ചിട്ട് ഞാൻ അവിടെ തൊഴുതിട്ട് അതിൻ്റെ പുറകിലെത്തി. ശ്രീകോവിലിൻ്റെ പുറകിൽ കിഴക്കോട്ട് തിരിഞ്ഞ് തൊഴുതുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ തോളിൽ തട്ടിക്കൊണ്ട്, ഇടത് തോളിൽ ഇങ്ങനെ പുറകിൽ കൂടെ തട്ടിക്കൊണ്ട് പറഞ്ഞു, ഞാൻ എന്തൊക്കെയാകും, ഞാൻ എന്തൊക്കെയാണ്. അപ്പം പറഞ്ഞ ഭാഷ ഇംഗ്ലീഷ്, മലയാളം, തമിഴ്, ഇത് 3 കൂടെ ചേർത്തിട്ടാണ് പറയുന്നത്. എന്നിട്ട് ഇനിയും വരാൻ പോകുന്നതെല്ലാം പറഞ്ഞു അന്ന് 2008. എന്തോ അന്നേ പറഞ്ഞു വരാൻ പോകുന്നത് എന്താണെന്നും പറഞ്ഞു. ഇതുവരെയുള്ള കാര്യങ്ങൾ സത്യമാണോ? ആ പുള്ളി പറഞ്ഞത്, ഞാൻ ജ്യോതിഷത്തിൽ നിൽക്കുന്നു, സ്പിരിച്വൽ വേൾഡിലായിരിക്കും ഇനി കൂടുതൽ പോകുന്നത്. അത് ഞാൻ ഇച്ചിരി അതിഭാവുകത്വമായി പോകും. ഞാനതിപ്പം അദ്ദേഹം പറഞ്ഞ ആ യുവാവ് എന്നോട് പറഞ്ഞത് ഞാൻ പൊതുവേദിയിൽ പറയുമ്പോൾ
ഒരു അധികമായി. എന്നാലും പറഞ്ഞോളൂ. ഞാൻ വളരെ വലിയ നിലയിലേക്ക് എന്ന് വെച്ചാല് മോക്ഷ വിഷയം ക്ലാസ് എടുക്കാനായിട്ട് ജനിച്ചിരിക്കുക, അങ്ങനെയുള്ള സ്പിരിച്വൽ ലീഡറായി മാറും ആണ്. അത് എക്സ്പോസ് ചെയ്താൽ മതി എന്നാണ് പറയുന്നത്. നിലവിൽ എന്തൊക്കെയാണോ താങ്കൾ ജനിച്ചിരിക്കുന്ന ഇതിനാണെന്നുള്ളതാണ് പറഞ്ഞത്. അതിനെ ചെറിയ ജ്യോതിഷിയായിരിക്കെ എന്ന് ആദ്യമായി പറഞ്ഞത്. പിന്നെ അങ്ങോട്ട് അദ്ദേഹം ഇംഗ്ലീഷ് മലയാളവും തമിഴും കൂടെ ചേർത്താണ് പറഞ്ഞത് ഇനി സ്പിരിച്വൽ വേൾഡിൽ വലിയൊരു ലോകമുണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ പ്രകീർത്തിക്കുന്ന കുറച്ച് കാര്യങ്ങളും കൂടി പറഞ്ഞു. അപ്പൊ അതൊക്കെ നമ്മൾ സാധാരണ എങ്ങനെ അങ്ങ് പറയരുതെന്ന് പറയും. പക്ഷേ ഇവിടെയൊക്കെ നമ്മളങ്ങ് സ്വിച്ച് ഓഫ് ആയിപ്പോ, നമുക്ക് അനക്കമില്ല, ഇങ്ങനെ കേട്ട് ബൊമ്മ പോലെ നിൽക്കും. അദ്ദേഹം നടന്ന് ഓവുണ്ടല്ലോ ഈ വെള്ളം ഒഴുകി പോകുന്നത്, ആ ഓവിന്റെ സമീപത്ത് എത്തിയപ്പോഴും എന്നെ ഇങ്ങനെ നോക്കി ചിരിക്കുന്നുണ്ട്. അപ്പോഴും ഞാനിങ്ങനെ അന്തം വിട്ട് അവിടെ തന്നെ നിൽക്കുക. അവിടുന്ന് നടന്ന് പ്രധാന വാതിലിന്റെ അവിടേക്ക് പോയി, പിന്നെ തൊഴാൻ നിൽക്കുന്നില്ല. വാതിലിന്റെ അവിടേക്ക് പോകുന്നത് കണ്ടു. അപ്പോഴ് വാതിൽ പ്രധാന കവാടം ഇറങ്ങാൻ തുടങ്ങും. എനിക്കൊരു വെളിവ് വന്നു. അയ്യോ, ബാക്കി കാര്യം കൂടെ ചോദിച്ചിട്ടാണ് കാര്യം. ഞാൻ ഓടി. അപ്പോഴും ഞാൻ ഈ തൂമ്പ് അഥവാ ഓവിന്റെ അടുത്തെത്തി, വെള്ളം ഒഴുകുന്ന ഭാഗത്ത്. അവിടെ ഞാൻ ഓടി ചെന്നിട്ട് വലിയ ബലിക്കല് കഴിയാൻ സമയമായിട്ടില്ല. അവിടെ ഒന്നും കണ്ടില്ല പിന്നെ. അപ്പോൾ അക്കാലത്ത് ഞാൻ ഇതുപോലെ അതിനു മുമ്പ് ഞാൻ പഴനിയിൽ 19 വർഷമായി പഴനിയിൽ ഇങ്ങനെ പോയപ്പോൾ അവിടെ വെച്ച് ഞാൻ ഇങ്ങനെ അലഞ്ഞു നടക്കും കുറച്ച്. എനിക്ക് വനങ്ങൾ കാണുമ്പോൾ ഒരു വലിയ സന്തോഷം. അപ്പോൾ ഒത്തിരി മരങ്ങൾ കൂട്ടുവാൻ നിൽക്കുന്ന ഭാഗത്തൊക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് നടക്കും. അങ്ങനെ നടന്നപ്പോൾ ഒരു സ്വാമി എന്നോട് വന്ന് പറഞ്ഞു, ഒരു സന്യാസി പറഞ്ഞു, ഭാരതത്തിലെ ഏറ്റവും വലിയ സർവകലാശാലയുടെ അവസാനത്തെ അധിപനും ആചാര്യനുമായിരുന്നു. ഞാൻ പെട്ടെന്ന് ദക്ഷിണ കൊടുത്തു. ശരി സ്വാമി, സന്തോഷം എന്ന് പറഞ്ഞു. ഞാൻ ഇതിനല്ല പറഞ്ഞത്, എനിക്ക് ദക്ഷിണ വേണ്ട, ദക്ഷിണയ്ക്കല്ല ഞാൻ പറഞ്ഞത്. പിന്നെ ഞാൻ മൂകാംബികയിൽ പോയി. മൂകാംബികയിൽ വെച്ചും ഞാനിത് ആരോടും കൂടുതൽ പറഞ്ഞില്ല. അമ്മയോട് പറയും, അമ്മയോട് പറയാത്ത കാര്യങ്ങളില്ല. അവിടെ വെച്ച് ഇതുപോലെ പറഞ്ഞു, ഭാരതത്തിലെ ഏറ്റവും വലിയ പുരാതന സർവകലാശാലയുടെ അവസാനത്തെ അധിപനും ആചാര്യനുമായിരുന്നു പറഞ്ഞു. അതിനുശേഷം ഞാനും അമ്മയും കൂടെ കൊടുങ്ങല്ലൂർ അമ്പലത്തിൽ പിൽക്കാലത്ത് പോയപ്പോൾ അവിടെ വെച്ച് പറഞ്ഞു. അതിനുശേഷം ചോറ്റാനിക്കര കീഴ്ക്കാവിൽ വെച്ച് എന്നോടൊരു സ്വാമി എന്ന് പറഞ്ഞു. ഈ സ്വാമിമാർ പറയുമ്പോഴൊന്നും നമ്മൾക്ക് ആ സമയത്ത് നമ്മൾ റോബോട്ടിനെ പോലെ നമുക്ക് ശരിക്കും ഒരു വിശേഷ ബുദ്ധി ഇല്ലാതായിപ്പോ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് ശകലം കഴിഞ്ഞ് വെളിവ് വന്നു കഴിയുമ്പോൾ ഇവരെ നോക്കുമ്പോൾ ഇവരെ കാണത്തില്ല. അവിടെ ഒക്കെ ഇതെന്റെ അനുഭവം. ഇതെല്ലാവരും പറഞ്ഞ ഒരേ പോയിന്റാണ് ഭാരതത്തില്. അപ്പോഴാ പയ്യനും അതിലേക്ക് വിരൽ ചൂണ്ടിയിരുന്നു, ചെയ്തതെല്ലാം തിരിച്ചു ചെയ്യുമെന്ന്. ഭാരതത്തിലെ ഏറ്റവും വലിയ പുരാതന സർവകലാശാലയുടെ അപ്പോഴാണ് എന്നോട് ഈ സർവകലാശാലയുടെ പേരും പറഞ്ഞത്. അപ്പൊ നളന്ദ ദഹിക്കുന്ന സമയത്ത് ഉണ്ടായിരുന്ന ആളാണ്. അതിന്റെ ബാക്കി പത്രമായിട്ട് എൻ്റെ കൈയും ദഹിച്ചു. ഇവിടെ കുറെ പൊള്ളിയിട്ടുണ്ട്. അപ്പോഴാ ഇനിയും അതുപോലുള്ള കാര്യങ്ങളിലേക്ക് ഞാൻ വരുമെന്നാണ് പറയുന്നത്. ഈ ജന്മം മറ്റുള്ളവരെ മോക്ഷത്തിലേക്ക് നയിക്കാനായി ജനിച്ചിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇതിന് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഇപ്പോഴും അഗസ്ത്യനാടി നോക്കാൻ പോയി. അഗസ്ത്യനാടി നോക്കാൻ പോയപ്പോഴും ആദ്യമേ ഈ പറഞ്ഞ സെന്റൻസ് ആദ്യമേ പറഞ്ഞു, ഭാരതത്തിലെ ഇങ്ങനെയുള്ള സംഭവമാണ് പറഞ്ഞത്. അങ്ങനെ തന്നെയാണ് പൂർവ്വജന്മത്തെ വിശ്വസിക്കുന്നത്. അങ്ങനെ വിശ്വസിക്കുന്നത്. അപ്പോൾ അതിനകത്ത് വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാനൊരു 4ാം ക്ലാസ്സിൽ അന്നത്തെ കാലത്തൊക്കെ ഈ സർവകലാശാലകളെ കുറിച്ചൊക്കെ പഠിക്കാൻ തുടങ്ങി. അച്ഛൻ മഹാപണ്ഡിതനായിരുന്നു. ഒരുപാട് വിഷയങ്ങൾ എപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരുന്നു. സന്യാസിമാരും ബ്രഹ്മചാരികളും അല്ലാത്ത പണ്ഡിതന്മാരും ഒക്കെ എപ്പോഴും വീട്ടിൽ കാണും. അമ്മ ഇവർക്കെല്ലാം വെച്ച് വിളമ്പുകയും അച്ഛൻ ഈ ചർച്ചകളിലൊക്കെ. എൻ്റെ കുട്ടിക്കാലത്ത് അത് വളരെ ഘോരം നടക്കുന്ന സമയമാണ്. അപ്പൊ ഞാൻ എപ്പോഴും ആ മുറിയിൽ ഉണ്ടായിരിക്കും. എനിക്ക് കളിക്കാനൊന്നും പോകാൻ വലിയ താല്പര്യമില്ല. കളികളിൽ പോയാലും എളുപ്പം അച്ഛൻ ആരോട് ചർച്ച ചെയ്യുന്നത് കേൾക്കാൻ അച്ഛൻ്റെ മുറിയുടെ ഒരു കൊച്ചു കഥ ഉണ്ട്, അകത്തെ കഥ. അതിന്റെ സൈഡിൽ ഞാൻ ഇങ്ങനെ നിൽക്കും. അവിടുന്ന് ഞാൻ പോകാറില്ല. എനിക്ക് തോന്നുന്നു ഒരു 2-2.5 വയസ്സ് തൊട്ടേ എൻ്റെ ഒരു സ്വഭാവം വേദാന്തം കേൾക്കണം. ആര് വിശേഷാൽ സംസാരിക്കണം. എനിക്ക് വസ്തുനിഷ്ഠമായിട്ടൊന്നും കേൾക്കണ്ട. അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് വളരെ വിരക്തിയാണ് വസ്തുനിഷ്ഠമായിട്ട് സംസാരിക്കുന്നവരെ. ഓരോ സാധാരണ കാര്യങ്ങൾ പറയുന്നവരെ എനിക്ക് വളരെയേറെ ബോറടിക്കും. ഞാൻ എത്രയും വേഗം അവിടുന്ന് ഒഴിവാകും, ഉണ്ടയിടും. അപ്പൊ അങ്ങനെ അതെല്ലാം കൂടെ വെച്ച് നോക്കുമ്പോഴത് ശരിയാണെന്ന് തോന്നുന്നു. പിന്നെ 17 വയസ്സിൽ ധ്യാനത്തിൽ 17 വയസ്സൊക്കെ ആയപ്പോഴത്തേന് അച്ഛന് ഉപാസന മന്ത്രം പറഞ്ഞു തന്നു. അപ്പൊ നാഡിയിലും കൂടെ വന്നു. പൂർവ്വജന്മത്തിൽ താരയെ ഉപാസിച്ചു, അതുകൊണ്ട് തന്നെ ഈ ദേവത ഈ ജന്മത്തിൽ വന്നിരിക്കുന്നു. ഇപ്പോഴും താരാ ഉപാസനയാണ്, സ്വയംവര പാർവതി. അപ്പൊ താരയുടെ സിംപ്ലസ്റ്റ് പാർവതി ഭാവം ഉണ്ട്.
ആ ഭാവത്തില് താരയ്ക്ക് തന്നെ പല ഭാവങ്ങളുണ്ട്, അതിലേക്ക് വന്നിരിക്കുന്നു. പിന്നെ ധ്യാനം തുടങ്ങി കഴിഞ്ഞപ്പോഴേക്ക് അതാരും പറഞ്ഞിട്ടല്ല, ഞാനിങ്ങനെ ഇടത് കൈ വെള്ളയിൽ വലത് കൈ വെള്ള ഇങ്ങനെ വെച്ചിട്ടുള്ള ധ്യാനമാണ്. അപ്പോഴേക്ക് അക്കാലത്ത് ധ്യാനം ജനകീയൊന്നും അല്ല. പലരും പറഞ്ഞു ഇത് വേറെ യാതൊരു ജോലിയില്ല എന്നുള്ള രീതിയിൽ എന്നോട് നേരിട്ടാരും പറയില്ലെങ്കിലും മറ്റു പലരോടും പറഞ്ഞു. പക്ഷെ അമ്മ എല്ലാത്തിനും സപ്പോർട്ടായിരുന്നു. ഒരു ദിവസം അച്ഛൻ ഇത് കണ്ടുവന്നു. അച്ഛൻ ചോദിച്ചു എന്നോട്, ഞാൻ ഉൾപ്പെടെയുള്ളവരെല്ലാം വേദാന്തവും ഉപനിഷത്തും ഒക്കെ പറയുകയാണ്, പക്ഷെ കേരളത്തിലാരും ഒരു സന്യാസിമാർ പോലും ധ്യാനത്തിനൊന്നും ഇരിക്കുന്നില്ല. എന്തെങ്കിലും എൻ്റെ മോനൊരു സംശയം വന്ന ആര് പറഞ്ഞുതരും ധ്യാനത്തിൽ ഇരുന്നാൽ എങ്ങനെയാണ്? ഒരു സംശയം നിനക്കുള്ളിൽ നിന്ന് വന്നു കഴിഞ്ഞാൽ ഇത് ധ്യാനവുമായി ബന്ധപ്പെട്ട അതീവ സൂക്ഷ്മതലത്തിലുള്ള ഒരു കാര്യമാണ്. അത് ശരിയുമാണ് ആ ചോദ്യം. അമ്മ പറഞ്ഞു, നിന്തിരുവടിയെ കുഞ്ഞിന് അതാണ് ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ ഞാനതങ്ങനെ തുടർന്നു. കുട്ടിക്കാലം മുതലേ എനിക്ക് ഹിന്ദുസ്ഥാനിയാണ് കേൾക്കാൻ ഇഷ്ടം. അങ്ങനെ വന്നു. ഇതെല്ലാം എൻ്റെ ലക്ഷണങ്ങളായിരുന്നു. അപ്പൊ വീട്ടില് റേഡിയോയിലാണെങ്കിൽ രാത്രി 10 മണിക്ക് ശേഷം ഹിന്ദുസ്ഥാനി കച്ചേരി വെക്കുമ്പോൾ ഞാൻ എന്തോ ഒരു മഹാസംഭവം മോഹിച്ചതുപോലെയാണ് ഓടിച്ചത്. അപ്പൊ എൻ്റെ സഹോദരങ്ങളൊക്കെ ശോകരാഗം കേട്ടോണ്ടിരിക്കുക, വെറുതെ യാതൊരു നിർത്തുന്നു പറയും. അപ്പോൾ അമ്മയും അച്ഛനും ഒക്കെ പറയും, അത് പ്രത്യേകിച്ച് അമ്മ, കുഞ്ഞിനത് ഇഷ്ടമാണ് കേൾക്കട്ടെ എന്ന് പറയും. പിന്നെ ഹിന്ദുസ്ഥാനി കേട്ട് ഞാൻ ഒരു ഘട്ടത്തിൽ വെച്ച് മനസ്സിലാക്കി ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഭൈരവരാഗമാണെന്ന്. അപ്പൊ ഭൈരവരാഗം, പിന്നെ അതിനകത്ത് ഞാൻ കൂടുതൽ റിസർച്ച് നടത്തി വന്നപ്പോഴാ ദൈവതത്തിന് പ്രാധാന്യമുള്ള രാഗങ്ങളാണ് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ധ്യാന സംഗീതമാണ് ദൈവതം. സ്വരാക്ഷരങ്ങളിൽ സപ്തസ്വരങ്ങളിൽ ധ്യാനം ഏറ്റവും കൂടുതൽ ഏതെല്ലാം തരത്തിൽ നമ്മൾ ഷോഡശ സ്വരസ്ഥാനം സംഗീതത്തിന് നോക്കുമ്പോൾ എവിടെയൊക്കെയാണോ സംഗീതത്തിന്റെ ആ സൂക്ഷ്മതയിൽ വരുന്ന എല്ലാം ഞാൻ അതുകൊണ്ട് അതിനെക്കുറിച്ച് തന്നെ ലേഖനങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ധ്യാന സംഗീതത്തെ കുറിച്ച് തന്നെ എനിക്ക് എത്ര എപ്പിസോഡ് വേണമെങ്കിലും പറയാനുണ്ട്. എനിക്കൊന്ന് സംഗീതത്തെ പറ്റി നമുക്കൊരു എപ്പിസോഡ് എടുക്കാറുണ്ട്. അപ്പൊ ഞാനല്ല, മഹാഗായകരൊക്കെ ജീവിച്ചിരിക്കുന്നു, ഞാനൊന്നും അങ്ങനെയൊന്നും പറയാനുള്ള അർഹതയില്ല. പക്ഷെ വൈകാരിക സംഗീതവും ധ്യാന സംഗീതവും രണ്ടും നമുക്ക് ഇതിനിടയിൽ എപ്പോഴെങ്കിലും പറയാവുന്നതേ ഉള്ളൂ. അങ്ങനെ ഞാൻ ഇതിലേക്ക് വന്നു. ഇതെല്ലാം വന്നു പിന്നെ സർവകലാശാലയെ കുറിച്ച് കേൾക്കുമ്പോൾ കരയാൻ തുടങ്ങി. ഇതെല്ലാം വരാം. അപ്പൊ ഞാനിരുന്ന് ഒത്തിരിയും വിഷമിക്കും, ഇതെന്തിന് ഇവർ കത്തിച്ചത് ഇങ്ങനെ. അപ്പൊ ഈ സർവകലാശാലയെ കുറിച്ച് എവിടെല്ലാം ബുക്ക് കിട്ടുമോ അതെല്ലാം വാങ്ങിക്കാൻ തുടങ്ങി. ഭാരതത്തിൽ എത്ര സർവകലാശാല ഉണ്ട്, എവിടെയൊക്കെ കത്തി. എനിക്ക് സ്കൂളിൽ പഠിക്കുന്നതിനേക്കാൾ ഉപരി എല്ലാ ദിവസവും ഇടയ്ക്കിടയ്ക്ക് സർവകലാശാലയെ കുറിച്ച് നോക്കണം. അപ്പൊ അതിങ്ങനെ ഇരുന്ന് ആലോചിക്കും. അപ്പൊ അച്ഛന്റെ കൊച്ചമ്മ ഒത്തിരി പണ്ഡിതയായിരുന്നു. അപ്പൊ അച്ഛന്റെ അമ്മയുടെ അനിയത്തി, അച്ഛന്റെ സ്വന്തം അച്ഛന്റെ അനിയനെ കല്യാണം കഴിച്ചു. അപ്പൊ ചേട്ടനും അനിയനും ചേട്ടത്തി അനിയത്തിയും കല്യാണം കഴിച്ചത്. അവർക്ക് മക്കളില്ലായിരുന്നു, ഞങ്ങളുടെയൊക്കെ കൂടെ തന്നെയായിരുന്നു. തൊട്ടപ്പുറത്തൊരു കൊച്ചു വീടുണ്ട്, അവിടെയാണ്. അപ്പൊ അപ്പുറത്തമ്മയെന്നാണ് ഞങ്ങൾ വിളിക്കുന്നത്. അപ്പുറത്തമ്മ എല്ലാ ദിവസവും രാത്രി കൃഷ്ണകഥകൾ പറഞ്ഞു തരും. അപ്പോൾ അതുകൊണ്ട് ഞാൻ കൃത്യമായി കേൾക്കും. പിറ്റേ ദിവസം മിക്ക ദിവസവും ഞാൻ ചോദിക്കാൻ തുടങ്ങി, ഈ കൃഷ്ണൻ എവിടെയാണ്? അപ്പൊ വടക്ക് ദിക്കിലാണെന്ന് പറയും. അപ്പൊ വടക്ക് ദിക്കിനോട് അസാധാരണമായ ഒരു സ്നേഹം അങ്ങനെ ഉണ്ടായി. പിന്നെ ഈ വടക്ക് ദിക്കിലെ മേഘങ്ങളെ നോക്കി നിൽക്കുക, ഇങ്ങനെയെല്ലാം ഞാൻ കാണിക്കുന്ന സിംറ്റംസ് എല്ലാം ഇതായി. അമ്മയും അച്ഛനും അപ്പുറത്തമ്മയും അപ്പുറത്തച്ഛനും ഉള്ളൂ സ്വന്തമായിട്ട്, ബാക്കി ആരും തന്നെ ഈ ജന്മത്തിൽ എന്നൊക്കെ പറയാൻ തുടങ്ങി. അപ്പൊ അമ്മ പെട്ടെന്ന് ഇത് ഗൗരവത്തിലെടുത്തു. അമ്മ കൊച്ചമ്മയെന്നാ വിളിക്കുന്നത്. അപ്പുറത്തമ്മയോട് സംസാരിച്ചു. അപ്പുറത്തച്ഛനും അച്ഛനും ഒക്കെ സംസാര വിഷയമായി. ഇതിപ്പോ പറഞ്ഞിരിക്കട്ടെ, സഹോദരങ്ങൾ ആരും കേൾക്കരുത്, നിന്നോട് എന്നേക്ക് വേണ്ടി ശത്രുക്കളാവാൻ ഇത് മതി, ഇത് പറയരുത് മക്കൾ, പുറത്ത് പറയരുത് ദൈവത്തെ ഓർത്ത്. അപ്പോൾ അപ്പുറത്ത് പറയുന്നു, ശരിയല്ലേ, കുഞ്ഞിന്റെ രീതികളെല്ലാം എന്ത് വ്യത്യാസമാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാൻ ദേഷ്യം വരുമ്പോൾ പിന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ആരും ഇതൊന്നും അല്ല എന്നൊക്കെ പിൽക്കാലത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ കുറെ ഇങ്ങനെ വന്നു. അപ്പൊ ഇതെല്ലാം എനിക്ക് തന്നെ ഒരു ഇതാണ്. പിന്നെ നാഡീ ജ്യോതിഷം നോക്കിയപ്പോഴ് ഞാൻ ഇതുവരെ നീങ്ങിയതെല്ലാം അഗസ്ത്യ നാഡിയിലുണ്ട്. ഏതൊക്കെ കാലയളവിൽ ഞാൻ എന്തൊക്കെ ചെയ്യുന്ന ഒത്തിരി മണിക്കൂറുകൾ എടുത്ത് എൻ്റെ വായിച്ചു തീരാൻ കുറേയേറെ നേരം പിടിച്ചു അതെല്ലാം നോക്കിക്കഴിയാൻ. അപ്പോൾ അതിനകത്തെല്ലാം ഗുപ്തമായിരിക്കുന്ന ആശയങ്ങളും, ഞാനൊരു ജ്യോത്സ്യനായിട്ട് ഇപ്പൊ ഇത്രയും വർഷമായിട്ടിരിക്കുന്നതുകൊണ്ട് ആ ഗുപ്തമായ ആശയങ്ങളെ കുറിച്ച് വീണ്ടും കിള്ളിക്കീറി ചോദിച്ചുകൊണ്ടിരുന്നു. അപ്പൊ അങ്ങനെ മനസ്സിലായപ്പോഴാണ് എൻ്റെ സർവ്വ അഭീഷ്ടങ്ങളും അഭിരുചികള് ആഗ്രഹങ്ങള് സർവ്വതും എല്ലാം അതിനകത്തുണ്ട്. ഞാൻ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെ പഠിക്കുന്നു, എന്തൊക്കെ പഠിച്ചു. അപ്പോഴും അതിനകത്തും പറഞ്ഞിരുന്നു ഞാൻ ഈ ജന്മത്തിൽ നൃത്തം ചെയ്തില്ല, ബാക്കി ജ്യോതിഷം, തന്ത്ര, പുരാതന തന്ത്ര ഞാൻ കുറേയേറെ പഠിച്ചു. അപ്പൊ പുരാതന തന്ത്ര പഠിച്ചെത്തി. അപ്പൊ ഞാൻ 5ാം ക്ലാസ് ആയപ്പോഴേ അമ്പലങ്ങളിലെ പൂജ ഇതല്ല ശരി, ഇതല്ല, ഇതിനൊക്കെ അപ്പുറത്ത് എന്തൊക്കെയോ ഉണ്ട്, തന്ത്ര എന്നൊന്നും പറയാൻ അറിയത്തില്ല, എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരിക്കലും അച്ഛൻ, അന്ന് ഈ സ്വാമിമാരുടെ എല്ലാം ഒരു കൂട്ടായ്മയുണ്ട്. പിന്നെ 82 ആയപ്പോഴാണ് ഞങ്ങളുടെ അവിടുത്തെ ശ്രീരാമകൃഷ്ണാശ്രമം എന്ന് വെച്ചാൽ, അതോടുകൂടി ആ ഒരു ശൈലിയിലുള്ള വരവും ആളുകളുടെ പോക്കും ഒക്കെ വീട്ടിലും കുറഞ്ഞു.